നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിന് പിന്നാലെ കേരളം കാണുന്നത് അതിവിചിത്രമായ നടപടിക്രമങ്ങൾ. ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരുവല്ലയിലെ ഹോട്ടലിലെത്തിച്ച് വിചിത്രമായ തെളിവെടുപ്പ്. കേരളത്തിലെ ഏറ്റവും അധമ പൊളിറ്റിക്കൽ എക്സിബിഷനിസമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ജോൺ സാമുവൽ പറയുന്നു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: ഇന്നലെ തിരുവല്ലയിൽ കണ്ടത് കേരളത്തിലെ ഏറ്റവും വൃത്തികെട്ടതും അധമവുമായ ആഭാസമാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്കും വിചാരണ തടവുകാർക്കുമൊക്കെ മനുഷ്യാവകാശങ്ങളുണ്ട്. അയാൾ ഒരു പാർട്ടിയിലും അംഗമല്ലാത്ത സാധാരണ പൗരനാണ്. സാധാരണ പൗരന്മാർക്കും അറസ്റ്റ് ചെയ്താൽ അവകാശങ്ങളുണ്ട്. ഒരാൾ അറസ്റ്റ് ചെയ്യേണ്ട എല്ലാ മര്യാദകളും ലംഘിക്കുന്ന പോലീസ് അത് കൃത്യമായ വൃത്തികെട്ട കാര്യമാവുന്നത് ഒരു പ്രൊഫഷണൽ എത്തിക്സും ഇല്ലാതെ ഏതോ മഹാകാര്യം സംഭവിച്ചതുപോലെ ദൃശ്യങ്ങൾ വീഡിയോ എടുത്ത് പോലീസ് വിവരങ്ങൾ മീഡിയയ്ക്ക് ചോർത്തുന്നു. വീഡിയോ ദൃശ്യങ്ങൾ മാത്രമല്ല, രാവിലെയാകുമ്പോൾ പോലീസ് തെളിവുകൾ, ചാറ്റ് നടത്തിയ ഫോട്ടോകൾ എല്ലാം മീഡിയയ്ക്ക് ഏതോ വലിയ നാടകമെന്നതുപോലെ നൽകുന്നു. എങ്ങനെയാണ് പോലീസിൻ്റെ കയ്യിൽ നിന്ന് വിവരങ്ങൾ കൃത്യമായ തിരക്കഥയോടെ മീഡിയയ്ക്ക് എത്തുന്നത്? അത് സത്യത്തിൽ പ്രൊഫഷണൽ പോലീസ് ഓപ്പറേഷൻ എന്നതിനേക്കാൾ പോലീസിനെ എത്രമാത്രം അധികാരികൾ രാഷ്ട്രീയ ദുരുപയോഗം ചെയ്യുന്ന ആഭാസമായി കാണുന്നു. ഒരാളെ അറസ്റ്റ് ചെയ്ത് പിന്നീട് റൂട്ട് മാപ്പ് സഹിതം മാധ്യമങ്ങൾക്കും അധികാര രാഷ്ട്രീയ പാർട്ടികളുടെ ഗുണ്ടാപ്പടയ്ക്കും കിട്ടുന്നു. അവർ മീഡിയ ക്യാമറകൾക്ക് മുന്നിൽ യുവ സമരാഭാസം നടത്തുന്നു. എന്താണ് ഇന്നത്തെ ഒബ്സീൻ രാഷ്ട്രീയ നാട്യങ്ങളുടെ അധമ സംസ്കാരം? ഇവിടുത്തെ ഓൺലൈൻ TV കമ്പും കോലും ബഹളങ്ങളും അതിനുവേണ്ടി അതിൽ പെർഫോം ചെയ്യുന്ന സമരാഭാസങ്ങളുമാണ് കണ്ടത്. സാധാരണ പൗരന്മാർക്കും അറസ്റ്റ് ചെയ്താലും സുരക്ഷയും അടിസ്ഥാന അവകാശങ്ങളുമുണ്ട്. അധികാരത്തിലുള്ള ആഭ്യന്തരമന്ത്രിയും പോലീസും ചേർന്ന് നടത്തുന്ന കഥ, തിരക്കഥ, സംഭാഷണമുള്ള ഒരു നെറികെട്ട സെറ്റിട്ട നാടകമായിട്ടാണ് തോന്നിയത്. അർദ്ധരാത്രിയിൽ ഏതോ കൊടുംഭീകരനെ വളരെ ആസൂത്രിതമായി പിടിച്ചു എന്ന നാണംകെട്ട അവകാശവാദത്തോടെ വീഡിയോ എടുത്ത് മീഡിയയ്ക്ക് ചോർത്തി കൊടുക്കുന്നത് എന്തുതരം പ്രൊഫഷണൽ പോലീസിംഗ് ആണെന്ന് ഇവിടുത്തെ റിട്ടയർ ചെയ്ത നിരവധി പോലീസ് DGPമാർ പറഞ്ഞു തരിക. അതുപോലെ ഇവിടുത്തെ അധികാര പാർട്ടികളുടെ യുവജന സംഘടനകൾക്കും മീഡിയകൾക്കും പ്രദർശന വസ്തു എന്നതുപോലെ പരേഡ് ചെയ്യിക്കുക എന്നതിൽ കവിഞ്ഞ എന്ത് അന്വേഷണമാണ് ഇവിടെ നടക്കുന്നത്? ആൾക്കൂട്ട വിചാരണ നടത്താനും ചീമുട്ട എറിയാനുമൊക്കെ അവസരമൊരുക്കുന്നു. എന്നിട്ട് ചീമുട്ട എറിയുന്നു. 1, 2, 3 മീഡിയ ഒരു ഫുട്ബോൾ കളി കാണുന്നത് പോലെ റണ്ണിംഗ് കമൻട്രി. ഇവിടെ വയോധികനായ ഒരു മുഖ്യമന്ത്രിക്കെതിരെ കല്ലെറിയിപ്പിച്ചത് ആരാണ്? എന്നിട്ട് അദ്ദേഹം കല്ലെറിഞ്ഞ യുവാവിനെ പോലീസിനെ ഉപയോഗിച്ച് പ്രദർശന വസ്തുവാക്കിയോ? ഇതുപോലെ നിയമസഭയിൽ കയറി KM മാണി എന്ന വയോധികനെതിരെ സമരാഭാസവും നിയമസഭയിൽ അക്രമവും കാണിച്ചവർ ആരൊക്കെ എന്നത് കണ്ടതാണ്. കേരളത്തിൽ ഡൊമസ്റ്റിക് വയലൻസ് നടത്തിയ ഒരു മന്ത്രിയുടെ ഭാര്യ പറഞ്ഞപ്പോൾ എത്ര പ്രാവശ്യം അദ്ദേഹത്തെ വഴിതടയും എന്ന് പറഞ്ഞവർ അദ്ദേഹം മറുകണ്ഠം ചാടിയപ്പോൾ വിശുദ്ധീകരിച്ച് മന്ത്രിയാക്കി. അദ്ദേഹം ഇപ്പോൾ എന്ത് ധാർമ്മിക രോഷം കൊള്ളുന്നു? ഭാര്യമാരെ ക്രൂരമായി മർദ്ദിക്കുകയും ഏറ്റവും അധമമായ ഡൊമസ്റ്റിക് വയലൻസ് നടത്തിയവർ ഇന്ന് അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ പോലീസ് അകമ്പടിയിൽ നാട്ടുരാജാക്കന്മാരെ പോലെ നടക്കുന്നു. ഭാര്യമാരെ മർദ്ദിച്ച് അവശരാക്കിയവർ, സ്ത്രീപീഡനം നടത്തിയവർ, സ്ത്രീ വിരുദ്ധത പ്രസംഗിച്ചവരൊക്കെ അധികാരത്തിൻ്റെ ഭാഗത്താണെങ്കിൽ പോലീസ് പ്രോട്ടോകോൾ അനുസരിച്ച് സല്യൂട്ട് ചെയ്യും. അവരെ ആരും അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്യില്ല. കുറ്റാരോപിതർ കോടതി വിചാരണ നേരിട്ട് കുറ്റം ചെയ്തുവെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. അവരെ അറസ്റ്റ് ചെയ്താലും വിചാരണ നടത്തേണ്ടതും ശിക്ഷിക്കേണ്ടതും ഭരണപാർട്ടി കാലാൾപ്പടയല്ല. പക്ഷെ അതും വെറും പൊളിറ്റിക്കൽ എക്സിബിഷനിസവും മീഡിയ സെൻസേഷനും കുറെ വെടിയും പുകയും നടത്തുന്ന രാഷ്ട്രീയ പോലീസ് നാടകവും മാത്രമായി ചുരുങ്ങുമ്പോഴാണ് ആഭാസകരമാകുന്നത്. കുറ്റം ചെയ്തു എന്നാരോപിക്കപ്പെടുന്നവരെ നിയമാനുസൃതമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റവും ശിക്ഷയും നടപ്പാക്കട്ടെ. അതാണ് നിയമവ്യവസ്ഥ. അതുവരെ ആൾക്കൂട്ട വിചാരണയ്ക്കും കല്ലെറിയാനും ചീമുട്ടയെറിയാനും പൊളിറ്റിക്കൽ എക്സിബിഷനിസത്തിന് പോലീസ് അപ്പോൾ വിവരം ചോർത്തുന്നതും മീഡിയ ക്യാമറകൾ കാണാൻ നടത്തുന്ന സമരാഭാസവും കേരളത്തിലെ ഏറ്റവും അധമ രാഷ്ട്രീയ സംസ്കാരമാണ്. പണ്ടില്ലാത്ത വീഡിയോ തേടി കോയമ്പത്തൂർ വരെ പോലീസും മീഡിയ കമ്പും കോലുമായി ഓടിയ അധമ സംസ്കാര സീരിയൽ പോലെ ഒന്നാണ് കണ്ടത്. നാളെ ഈ പോലീസ് കസ്റ്റഡിയിലുള്ള കുറ്റാരോപിതനെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിട്ടുകൊടുത്ത് കല്ലെറിഞ്ഞ് പരിക്കേറ്റാൽ ആരായിരിക്കും ഉത്തരവാദിത്തപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി? പോലീസിംഗും മീഡിയ സെൻസേഷൻ കച്ചവടവും രാഷ്ട്രീയവും എങ്ങനെയായിരിക്കരുത് എന്നതിൻ്റെ നേർക്കാഴ്ചകളാണ് കണ്ടത്. ഒരു കപ്പ് എക്സിബിഷനിസമാണ് കണ്ടത്. ഇന്ന് രാഷ്ട്രീയം എത്രമാത്രം മീഡിയ ഡ്രിവൻ അഭ്യാസ പ്രകടനപരതയായി ചുരുങ്ങിത്തീരുന്നു. ജനം വെറും കാഴ്ചക്കാർ. വാർത്തയല്ല പ്രധാനം. എന്തും എത്രയും സെൻസേഷനായി കെട്ടുകാഴ്ച കച്ചവടം ചെയ്യുക എന്നത് മീഡിയയ്ക്കും എത്തിക്സിനേക്കാൾ TPR ആണ് കാര്യം. തെറ്റ് ചെയ്തവർ ആരായാലും നിയമാനുസൃതം ശിക്ഷിക്കപ്പെടട്ടെ. എല്ലാ സാധാരണ കുറ്റാരോപിതർക്ക് പോലും അടിസ്ഥാന അവകാശങ്ങളും സുരക്ഷ ഉറപ്പുവരുത്തണം. അല്ലാതെ പൊളിറ്റിക്കൽ ഗെമിക്കാകാൻ പോലീസ് രക്ഷാപ്രവർത്തനം നടത്തരുത്.
ഈ എഴുതിയത് ഈ രാജ്യത്തെ ഒരു സ്വതന്ത്ര പൗരൻ എന്ന നിലയിലാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു സംഘടനയുടെ പേരിലല്ല. രാവിലെ പറയാതെ വയ്യ എന്ന് തോന്നിയത് പറഞ്ഞു. ഇത്രയും ആഭാസകരമായ പൊളിറ്റിക്കൽ കലാപരിപാടികൾ നടത്താൻ ഇവർക്ക് മാത്രമേ കഴിയൂ എന്ന് ജയസ് അടൂർ പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെല്ലാമുണ്ട്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകാനായി മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ നിന്ന് പുറത്തിറക്കിയപ്പോൾ ഇതാ രാഹുലിന് നേർക്ക് പറ ചീമൊട്ടകൾ വരുന്നു. പ്രതിഷേധിക്കാനെത്തിയ DYFI പ്രവർത്തകരാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേർക്ക് ഒന്നൊന്നായി ചീമൊട്ടകൾ എറിഞ്ഞത്. രാഹുലിനെ കൊണ്ടുവന്ന വാഹനത്തിന് നേരെ ചീമൊട്ടകൾ ചീറി വരുന്നു. എത്ര പ്രയാസപ്പെട്ടാണ് പോലീസ് രാഹുലിനെ രക്ഷപ്പെടുത്തിയതെന്നൊക്കെ മാധ്യമങ്ങൾ വിവരിക്കുന്നു. എത്ര വിചിത്രമായ കാഴ്ച! ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന അതേ പാർട്ടിയിൽപ്പെട്ട പാർട്ടി ഗുണ്ടകൾ രാഹുൽ മാങ്കൂട്ടത്തിന് നേർക്ക് ചീമൊട്ടയെറിയുന്നു. ആ ചീമൊട്ടകളുടെ മറവിൽ ഏതെങ്കിലും സ്ഫോടക വസ്തുക്കൾ ഇവർ ഒളിപ്പിച്ചു വെച്ചിരുന്നെങ്കിലോ? ഇന്നലെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് ജാമ്യാപേക്ഷ പരിഗണിക്കണമെന്നും അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ കോടതിയോട് പറഞ്ഞിരുന്നു. എങ്കിലും കോടതി 3 ദിവസത്തെ കസ്റ്റഡിയിൽ രാഹുലിനെ വിട്ടുകൊടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇന്ന് വെളുപ്പിന് തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പൊക്കെ വെറും പ്രദർശനം മാത്രം. രാഹുലിനെ പരമാവധി നാറ്റിക്കലാണ് ആഭ്യന്തര വകുപ്പിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ മുഖ്യ ലക്ഷ്യം. തെളിവെടുപ്പിനായി രാഹുലിനെ ഹോട്ടൽ മുറിയിലെത്തിച്ചു. തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്തിച്ച് തെളിവെടുപ്പ്. 15 മിനിറ്റ് തെളിവെടുപ്പിനെടുത്തു. ഹോട്ടലിലെ 408 നമ്പർ മുറിയിലാണ് തെളിവെടുപ്പ് നടത്തിയത്. അതിനുശേഷം പോലീസ് സംഘം രാഹുലുമായി AR ക്യാമ്പിലേക്ക് മടങ്ങി. രാഹുലിന്റെ അടൂരിലുള്ള വീട്ടിലും തെളിവെടുപ്പിന് എത്തിക്കുമെന്നായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത്. തെളിവെടുപ്പ് കഴിഞ്ഞ് തിരികെ പോലീസ് വാഹനത്തിലേക്ക് കയറുന്നതിന് മുൻപായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ രാഹുലിനോട് ചോദിച്ചു. ഒന്നും പറയാതെ രാഹുൽ വാഹനത്തിലേക്ക് കയറി. തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ രാഹുലിന്റെ മുഖത്ത് പുഞ്ചിരിയുണ്ടായിരുന്നു. പിന്നെ ആ മുഖം മ്ലാനമായി. ഹോട്ടലിലെ രജിസ്റ്ററിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. രജിസ്റ്ററിൽ സംഭവ ദിവസം 408 നമ്പർ മുറി അതിജീവിതയുടെ പേരിൽ തന്നെ. എന്നാൽ ഒപ്പമുണ്ടായിരുന്ന ആളുടെ പേര് രാഹുൽ BR എന്നാണ്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യഥാർത്ഥ പേര്. സംഭവ ദിവസം ഇരുവരും ഹോട്ടലിലെത്തിയതിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയില്ല. 21 മാസം പിന്നിട്ടതുകൊണ്ട് ദൃശ്യങ്ങൾ സൂക്ഷിച്ചിട്ടില്ല ഹാർഡ് ഡിസ്കിൽ. ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനായി ഹാർഡ് ഡിസ്ക് പോലീസ് കണ്ടെടുത്തു. തെളിവെടുപ്പിൽ ഹോട്ടലും മുറിയും രാഹുൽ മാങ്കൂട്ടം തിരിച്ചറിഞ്ഞുവെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ പോലീസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. 408 നമ്പർ മുറിയിൽ എത്തിയിരുന്നുവെന്ന് രാഹുൽ സമ്മതിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. 2024 ഏപ്രിൽ 8 ഉച്ചകഴിഞ്ഞ് 1:45 ഇവിടെ എത്തിയത് എന്ന് രാഹുൽ സമ്മതിച്ചു. യുവതിയുമായി 1 മണിക്കൂർ സമയം ഹോട്ടൽ റൂമിൽ രാഹുൽ മാങ്കൂട്ടം ചെലവഴിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്നാൽ പീഡനത്തെക്കുറിച്ച് ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് പോലീസിന് മുന്നിൽ ഉത്തരം നൽകിയതേയില്ല രാഹുൽ. ഇന്ന് വെളുപ്പിന് 5:40 പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്നും തിരുവല്ലയിലേക്ക് രാഹുലിനെ പോലീസ് സംഘം കൊണ്ടുവന്നത്. തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന പരാതിക്കാരിയുടെ പരാതിയിൽ തെളിവെടുപ്പ് നടത്താനാണ് രാഹുലിനെ ഹോട്ടലിലെത്തിച്ചത്. രാഹുൽ ഉപയോഗിച്ചിരുന്ന 2 ഫോണുകളും തുറന്നു പരിശോധിക്കാനുള്ള നീക്കം തുടങ്ങിയെന്ന് പോലീസ് പറയുന്നു. ഒരു ഫോൺ പാലക്കാട് രാഹുൽ താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ നിന്ന് കണ്ടെടുത്തു. മറ്റൊരു ഫോൺ രാഹുൽ പറഞ്ഞതനുസരിച്ച് പിന്നീട് പോലീസ് വീണ്ടെടുക്കുകയായിരുന്നു. ഒരു ഫോൺ രാഹുൽ ഉപയോഗിച്ച ഫോൺ തന്നെയാണ് പോലീസിന്റെ കയ്യിൽ കിട്ടിയത് എന്ന് വ്യക്തം. പാലക്കാട് നിന്ന് രാഹുലിനെ പിടികൂടുമ്പോൾ ഹോട്ടൽ മുറിയിലുണ്ടായിരുന്ന ഫോൺ കൂടി എടുക്കണമെന്ന് രാഹുൽ പറഞ്ഞു. എന്നാൽ പോലീസ് അതിന് വഴങ്ങിയില്ല. പിന്നീട് പോലീസ് ആ ഫോൺ കണ്ടെടുക്കുകയായിരുന്നു. എന്നാൽ ഫോൺ തുറക്കാനുള്ള പാസ്വേഡ് നൽകാൻ രാഹുൽ വിസമ്മതിക്കുന്നു. തനിക്ക് അനുകൂലമായ നിരവധി തെളിവുകൾ ആ ഫോണിലുണ്ട്. പോലീസ് അവ നശിപ്പിച്ചു കളയുമെന്നാണ് രാഹുൽ ഭയപ്പെടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇത്ര പ്രദർശന വസ്തുവാക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ന്യായമായും ഉയരുന്നു. മറുവശത്ത് രാഹുലിനെതിരെ പല സ്ഥലങ്ങളിലും പ്രതിഷേധം എന്ന പേരിൽ DYFIക്കാർ പാഞ്ഞെടുക്കുന്നു. ഇന്നലെ രാഹുലിന്റെ വാഹനത്തിന് നേർക്ക് പാഞ്ഞു വന്നത് ചീമുട്ടകൾ. അതിലപ്പുറം രാഹുലിനെ അപായപ്പെടുത്താനുള്ള സാധ്യതയുണ്ടോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം അത്രയേറെ രാഹുൽ ഈ ഭരണകൂടത്തിന് മുഖ്യമന്ത്രിക്കുമെതിരെ വെല്ലുവിളി ഉയർത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.